ഇന്നത്തെ കാലത്തിൽ ഒരു ക്രിയേറ്റീവ് ഡിസിഷൻസിലും പിന്നെ ഈ സിനിമ എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സിന്റെ ചുമതലയായിട്ട് വരും. ഇത്രത്തോളം മലയാള സിനിമയെ പറ്റി ഇപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നത് നോട്ട് ബിക്കോസ് മലയാളം സിനിമ ഇസ് ഡൂയിങ് സംതിങ് വെരി ന്യൂ ആൻഡ് ക്രിയേറ്റീവ് നൗ. ഇറ്റ് വാസ് സച്ചി സ്റ്റോറി. സച്ചി പൃഥ്വിയുടെ ലൈഫിന്റെ ഇത്ര വലിയൊരു ഭാഗമാണ്. മറ്റവർ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്സ് ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാനൊരു സ്ക്രിപ്റ്റ് വായിച്ചു, ഭയങ്കര സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും മനുഷ്യൻ എനിക്കൊന്ന് മിണ്ടാതെ വീട്ടിലിരുന്നൂടെ. ഹി ഈറ്റ്സ് ബ്രീത്സ് drinks lives cinema, that's all that there is in his life. ഒരു ഷോയിൽ ഒരാളെ വിളിച്ചിട്ട് അവരെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാം, എത്രത്തോളം അവര് മോശമാണ് കാണിക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്റെ കുഴപ്പമാണ്. I don't want to claim any of this first, okay? I have been trolled for this for too many times, so I don't know. I am not saying this, he is saying it. Hello, welcome to Spotlight. ഞാൻ കാർത്തിക്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലല്ലോ, ഒരു പെട്ടിയിൽ കംപ്ലീറ്റ് മിന്നാമിനിങ്ങിനെ ആക്കിയിട്ട് ആ മിന്നാമിനിങ് എന്ന മാജിക് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഇത് പ്രിയപ്പെട്ട സുപ്രിയ മേനോൻ ഓൺ സ്പോട്ട്ലൈറ്റ്. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു യു ടു ആൻഡ് ടു എവറിബഡി എൽസ് ഹൂസ് വാച്ചിങ് ഇൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു കഴിഞ്ഞ കൊല്ലം തൊട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹൗ ആർ യു ഫൈറ്റിംഗ് ദ പാൻഡമിക്? Like everybody else, I'm stuck at home like all of you are, but we were lucky enough to be able to produce a movie. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, അത് എല്ലാവരുടെ മുന്നിലിപ്പം കൊണ്ടുവന്നു, എല്ലാവരും കാണുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുരുതി എന്ന സിനിമ ഈ പാൻഡമിക്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറാണ്, പക്ഷേ മാനുഫാക്ചർ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. ആൻഡ് കോൺസ്റ്റന്റ്ലി നമ്മൾ ഈ ഡയറക്ടറിന്റെ സ്ട്രഗിൾസ്, അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് എപ്പോഴും ഈ അച്ഛനെ പോലെയാണ്, വളരെ സ്ട്രഗിളൊക്കെ സൈലന്റ് ആക്കി വയ്ക്കും. സോ ലെറ്റ്സ് ബി ലൗഡ്. ഹൗ ഇസ് ദ പ്രൊഡ്യൂസർ ലൈഫ്? ഐ തിങ്ക് ഐ ഷുഡ് നോട്ട് കംപ്ലെയിൻ. വലിയ സ്ട്രഗിൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഒരു പ്രിവിലേജ്ഡ് പൊസിഷനിലാണ് പ്രൊഡ്യൂസറായിട്ട് കയറിയത്. ഞാൻ പൃഥ്വിരാജിന്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു പൊസിഷനിൽ കുറേ പേര് കഷ്ടപ്പെട്ട് കയറുന്ന പൊസിഷനിൽ എളുപ്പമായിട്ടൊരു എൻട്രി കിട്ടി. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഐ ഫീൽ ഐ എം പ്രിവിലേജ് ടു ഗെറ്റ് ദിസ് പൊസിഷൻ, but I should use it to empower and emancipate the industry and women, other women who want to be here. So that would be my goal. വലിയ സ്ട്രഗിൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം പാൻഡമിക്കിൽ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു സ്ട്രഗിൾ ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു, ആർക്കെങ്കിലും സെറ്റിൽ വെച്ച് കോവിഡ് വന്നാൽ നിർത്തേണ്ടി വരുമോ, പിന്നെ എല്ലാ നേരവും നോക്കുന്ന എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലെന്ന്. അത് വലിയൊരു ജോലിയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടാൽ മാത്രം എല്ലാവരും പെട്ടെന്ന് മാസ്ക് മേലോട്ട് ആക്കും. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിരുന്നു. സെറ്റിൽ എല്ലാവരെയും കൊണ്ട് ഈ കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം അനുസരിച്ചിട്ട് ഈ സിനിമ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ആ ഒരു ചെറിയൊരു സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഡയറക്ടർ ആയാലും എല്ലാവരെക്കാട്ടിലും വലുത് ഒരു സിനിമ എടുക്കുമ്പം സ്ക്രിപ്റ്റ് തന്നെയാണ്. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ വലിയ സ്ട്രഗിൾ മുന്നോട്ട് കാണുന്നില്ല. How does this whole project happen? കുരുതി സ്ക്രിപ്റ്റ് കേട്ടത് പൃഥ്വിക്ക് ആ സമയത്ത് കോവിഡ് ആയിരുന്നു. അപ്പം പൃഥ്വി വേറൊരു വീട്ടിലായിരുന്നു, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം കോവിഡിന്റെ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു. അപ്പം ഞാൻ ഓർത്തു രാജുവിന് വയ്യ, എന്താണ് പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുന്നത്. ഞാനൊരു സ്ക്രിപ്റ്റ് വായിച്ചു, ഭയങ്കര സംഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും മനുഷ്യൻ എനിക്കൊന്ന് മിണ്ടാതെ വീട്ടിലിരുന്നൂടെ. കോവിഡിന്റെ സമയത്ത് കോവിഡ് വന്നിരിക്കുമ്പം സ്ക്രിപ്റ്റ് വായിക്കണോ? അല്ല, നീ ഇപ്പോൾ വായിക്കുക, ഇപ്പൊ തന്നെ വായിച്ചിട്ട് നീ എന്നെ തിരിച്ചു വിളിക്കുന്നത്. So once I read it, I was really happy. We both really liked the script. അത് കഴിഞ്ഞിട്ട് ഉടനെ മനുനെയും അനീഷിനെയും വിളിച്ചു, എന്നിട്ട് സംസാരിച്ചിട്ട് then pretty much അത് കഴിഞ്ഞിട്ട് it was they were on board and it was smooth sailing. പിന്നെ അവരുടെ ഒരു വിഷനും ഞങ്ങളുടെ വിഷനിലും കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡിസ്കഷൻസ് കുറച്ച് ദിവസം ഇരുന്നപ്പം it was okay. They were on board with us. അവർ കുറച്ചുകൂടെ ഒരു ആർട്ട് ഹൗസ് സിനിമയായിട്ടാണ് കണ്ടത്, ഞങ്ങളൊരു കുറച്ചുകൂടെ എഡ്ജി ത്രില്ലർ മൂവി ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് സിനിമയുടെ ഒരു ചരിത്രം. മുംബൈയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജേർണലിസ്റ്റ് സുപ്രിയ മേനോനാണ്. അത് കഴിഞ്ഞ് പിന്നെ കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നതും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതും ഒക്കെ പൃഥ്വിരാജ് വൈഫ് സുപ്രിയ മേനോനായിട്ടാണ്. ഇപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ. സോ ഹൗ ഇസ് ദിസ് ജേർണി ബീൻ ലൈക്ക്? It's not been a struggle. I should be very honest. ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്, അത് പറയാം. ജേർണലിസം ഡേയ്സിൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് നല്ലോണം എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് ആ ഒരു പേര് വാങ്ങിച്ചത്. ഒരു നല്ല ജേർണലിസ്റ്റ് ആണെന്നുള്ള പേര് ഇൻഡസ്ട്രി എൻ്റെ കൊളീഗ്സിന് മിഡ്സ്റ്റും പിന്നെ ബാക്കിയുള്ളവരടുത്തും ഐ മാനേജ് ടു ഗെറ്റ് ദാറ്റ് നെയിം. അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജിനെ കല്യാണം കഴിക്കുന്നത് ദാറ്റ് വാസ് പേഴ്സണൽ ലൈഫ്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് അവർ സ്റ്റോറി.
and people knew me as his wife. This is a second career for me. So എല്ലാവരും പഠിച്ച ഒരു കരിയറിന്റെ ടോപ്പ് എത്തുമ്പം ഞാൻ ആ സമയത്താണ് ഗിവ് അപ്പ് ചെയ്തിട്ട് വന്നത്. ഞാൻ BBC-യിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഗിവ് അപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജേർണലിസമാണ് എൻ്റെ ഫസ്റ്റ് പാഷൻ. അപ്പോൾ ന്യൂസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖല. ബട്ട് അത് മാറി ഇപ്പോൾ സിനിമ മെല്ലെ മെല്ലെ കയറിയിരിക്കുന്നു. ഇറ്റ്സ് നൗ സിനിമ ദാറ്റ്സ് എ പാഷൻ, ടേണിംഗ് ഇൻ ടു എ പാഷൻ ഫോർ മീ. നോട്ട് ആസ് മച്ച് ആസ് ഇറ്റ്സ് ഫോർ Prithviraj, but still I'm getting there. He eats, breathes, drinks, lives cinema. That's all that there is in his life. For me, it's not that as much. So yeah, it's been a journey, but it's been a good journey. And like I said, ഞാൻ കുറച്ചുകൂടെ പ്രിവിലേജ്ഡ് ആണ്. എനിക്ക് അങ്ങനെ പ്രൊഡ്യൂസർ ആവാൻ കുറേ പേര് കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പാടൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അത് സത്യം അതുപോലെ തന്നെ പറയണമല്ലോ. ഓക്കെ, ഇപ്പോൾ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് എഡ്ജ് ഓഫ് ദ സീറ്റ് കൈൻഡ് ഓഫ് എല്ലാ ബ്രേക്കിംഗ് ന്യൂസ് ആണെങ്കിലും ഒരുപാട് അങ്ങനത്തെ, ഇപ്പം മാത്രമല്ല കോർപ്പറേറ്റ് ആണ്, BBC ആണ്. സോ ജേർണലിസ്റ്റ് സുപ്രിയ മേനൻ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ സുപ്രിയ മേനൻ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. ഐ തിങ്ക് ജേർണലിസമിൻ്റെ ഒരു ഡിസിപ്ലിൻ, പിന്നെ എല്ലാ മേഖലയിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കും. അതെല്ലാം എനിക്ക് പ്രൊഡക്ഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ കൊണ്ടുവരാൻ ഞങ്ങൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് 3 സിനിമയിൽ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക്. ബട്ട് വി ആർ സ്റ്റിൽ ട്രൈങ് ഇൻ ആർ ഓൺ സ്മോൾ വേ. വി ആർ ട്രൈങ് ടു ബി എ സ്ട്രീംലൈൻ പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് വി വാണ്ട് ടു ബി എ പ്രൊഡക്ഷൻ ഹൗസ് ദാറ്റ് നർച്ചേഴ്സ് ന്യൂ ടാലന്റ്, tells the kind of stories that nobody else wants to tell. ഇപ്പം ഞങ്ങളുടെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കിയാൽ തന്നെ ഞങ്ങൾ തുടങ്ങിയത് 9-ലായിരുന്നു, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇപ്പം കുരുതി. 3-ലും ഒരു സാമ്യമില്ലാത്ത ഒരു ഫിൽമോഗ്രഫിയാണ്. 3-ഉം വേറെ വേറെ പോലത്തെ സിനിമകളാണ്. സോ വി ആർ ഡെഫിനറ്റ്ലി ട്രൈങ്. ആൻഡ് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇതേ ചോദ്യം ചോദിക്കൂ. അപ്പോൾ മേ ബി ഒരു ആൻസർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇത് ചോദിക്കും. ഈ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡയറക്ടറിൽ കാണുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈവൻ സ്ക്രിപ്റ്റ് ആണെങ്കിലും any criteria that you have? I think most importantly, firstly is the script. A director script കൊണ്ടുവന്നിട്ട് മോസ്റ്റ്ലി ഞങ്ങൾക്ക് അങ്ങനെയാണ് പടങ്ങൾ വന്നിരിക്കുന്നത്. ഡയറക്ടറാണ് സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജനൂസ് ആണെങ്കിലും ജനൂസിന്റെ കഥയായിരുന്നു. ജീൻ പോളിന്റെ കഥ ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഡിഫറെന്റ്. ഇറ്റ് വാസ് സച്ചി സ്റ്റോറി. സച്ചി പൃഥ്വിയുടെ ലൈഫിന്റെ ഇത്ര വലിയൊരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങളുടെ കയ്യിൽ വന്നത്. അതല്ലാതെ ഇപ്പം മനു കൊണ്ടുവന്നു അനീഷിന്റെ കഥ. എന്നിട്ടാണ് മനു അനീഷായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു ഡയറക്ടറിനെ കാണുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നത് എന്താണ് കഥ. ആ കഥ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ കഥ നെറേറ്റ് ചെയ്യുമ്പോഴും ആ കഥയെക്കുറിച്ച് പറയുമ്പോഴും അവർക്ക് എത്രത്തോളം കഥ മനസ്സിലായി, അവരുടെ വിഷൻ എന്താണ്, അത് ഞങ്ങളുടെ വിഷനായിട്ട് ചേരുന്നുണ്ടോ, ആൻഡ് ഇതെങ്ങനെ ഈ വിഷനെ അവർ how will they bring it to life? That's the last question that would be in our minds. Whether the director is able to translate the script into the vision that we have all seen. So these are a few things that we look at. Pin a vibe. I think it's very important to work with people you vibe well. So and ഞങ്ങൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നൊരു പടം ചെയ്തു, ഇനി അടുത്ത പടം ഞങ്ങൾ ഇവരുടെ കൂടെ ചെയ്യേയില്ല എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് പാടില്ല. അടുത്തതും ഞങ്ങൾ അവരുടെ കൂടെ ഇനിയൊരു പടം ചെയ്യണം, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഞങ്ങൾ വളരുമ്പോൾ ഞങ്ങൾ ആരൊക്കെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റും, അതാണ് ഒരു വലിയ ക്രൈറ്റീരിയൻ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗ്രോയിങ് ദ കമ്പനി, ഇറ്റ്സ് അബൌട്ട് ഗ്രോയിങ് ദ ടാലന്റ് പൂൾ വിത്ത് ദ കമ്പനി. പൃഥ്വിരാജ് പ്രൊഡക്ഷനിൽ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട്. അതർ ദൻ പൃഥ്വിരാജ് ഇപ്പോൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ വല്ല പ്രൊജക്റ്റും വരുന്നുണ്ടോ? ഓ ഡെഫിനറ്റ്ലി അങ്ങനത്തെ പ്രോജക്ട്സ് വരുന്നുണ്ട്. ഞങ്ങൾ തുടങ്ങിയപ്പം ഞങ്ങൾക്ക്, ഞാൻ ഇത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഐ ക്യാൻ ഓൺലി അഫോർഡ് ഹിം ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടു പേ ഹിം എ സാലറി. വേറെ ഒരു നടനാണെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണമല്ലോ. പൃഥ്വിരാജ് അപ്പൊ നല്ലപോലെ ഡിസ്കൗണ്ടഡ് അല്ല, പൃഥ്വിരാജിന് കാശ് കൊടുക്കാൻ നോ റെമ്യൂണറേഷൻ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പിന്നെ പൃഥ്വിരാജ് പൈസ മേടിച്ച എങ്ങനെയായിരിക്കും? So I think by God's grace we are getting to a place where we can think of working with new actors. I'm definitely greedy. I want to work with everybody, but you will hear about announcements soon where we are working with other actors and actors who are very very well known. And I think that announcement should be out before the end of the year. Okay. Yes. സിനിമ അധികം ഫോളോ ചെയ്യാത്ത ഒരാളുടെ അടുത്ത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഇമേജ് ഇസ് ലൈക്ക് കാശൊക്കെ കെട്ടി വെച്ച് ചെറിയ ബാഗ്, കുറെ മോതിരം, മേ ബി ഒരു വലിയ ഗോൾഡ് ചെയിൻ, അതെ, എന്നിട്ട് പിന്നെ കാശൊക്കെ എണ്ണുന്ന ഒരാള്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ ആയി പിന്നെ ഈ പറഞ്ഞ മാക്സ് കാൽക്കുലേഷൻ, കാശ് എണ്ണൽ ഒക്കെ ലൈഫിലേക്ക് കൂടുതലായി വന്നിട്ടുണ്ടോ?
ഇല്ല, ആക്ച്വലി അതൊരു തെറ്റിദ്ധാരണയാണ്. ഐ തിങ്ക് പ്രൊഡ്യൂസർ പൈസ മാത്രം കൊടുക്കുന്ന ഒരാളായിട്ടല്ല. ഇന്നത്തെ കാലത്തിൽ ഒരു ക്രിയേറ്റീവ് ഡിസിഷൻസിലും പിന്നെ ഈ സിനിമ എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സിന്റെ ചുമതലയായിട്ട് വരും. ഇപ്പൊ ഞാൻ ഇൻവോൾവ് ഇൻ ക്രിയേറ്റീവ് സൈഡിലും കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ സിനിമയുടെ കഥ കേൾക്കുക, പിന്നെ കാസ്റ്റിംഗിൽ സജഷൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഒരു സിനിമയുടെ സക്സസും ഒരു സിനിമയിൽ പൈസ കുറയ്ക്കാൻ പറ്റുന്നതും നമ്മൾ ഷൂട്ടിംഗ് ഡേയ്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് മെയിൻ ആയിട്ട് പൈസ ലാഭിക്കാൻ പറ്റുന്നത്. അത് പ്രൊഡക്ഷൻ സ്മൂത്ത് ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ബിലീവ് ദാറ്റ് പ്രൊഡക്ഷൻ ഇസ് റിയലി ഗുഡ്, വിച്ച് ഇസ് വൈ വി കുഡ് ഫിനിഷ് ദ ഫിലിം ahead of time as far as Kuruthi is concerned. Okay. So I think those are all plus points and those are all the responsibilities of a producer. പിന്നെ ഒരു മാൻ മാനേജ്മെന്റ് സ്കില്ല് നല്ലോണം വേണം. ഇപ്പം നമ്മളുടെ ആക്ടേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അവരുടെ അന്നത്തെ മൂഡ് എങ്ങനെയായിരിക്കും, ഡയറക്ടർ, പിന്നെ ഇത്ര ടീം മെമ്പേഴ്സ് ഇല്ല, എല്ലാരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകണ്ടേ. അവരെല്ലാവർക്കും അടുത്ത ദിവസം വേണ്ടിയിട്ട് അയ്യോ ഇന്നും അവിടെ പോണല്ലോ എന്ന് ആരും പറയരുത്, ഇന്നും അവിടെ പോകുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ വേണം എല്ലാവരും ഇരിക്കാൻ. സോ യാ, ഓൾ ഓഫ് ദോസ് തിങ്സ് മാറ്റർ. ഐ തിങ്ക് ദ പ്രൊഡ്യൂസേഴ്സ് attitude, the producer's aptitude, all of this counts. ഇപ്പോൾ തിയേറ്റർ റിലീസിൽ ഉള്ള മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് OTT റിലീസ് കുരുതി റിലീസായി. സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ് ഏറ്റവും പെട്ടെന്ന്, ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എന്തായാലും നോക്കുമല്ലോ, വിച്ച് ഇസ് മോർ പ്രോഫിറ്റബിൾ, തിയേറ്റർ ആണോ അതോ OTT ആണോ? I think I wouldn't use the word profitable. I would like to say with movies you always associate the theatre. ആ ഒരു കണക്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണണം, നമ്മുടെ ഫേവറേറ്റ് സ്റ്റാർ ആണെങ്കിൽ ആ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത്രയും പേരുടെ കൂടെ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഇസ് സംതിങ് എൽസ്. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല, ലാസ്റ്റ് 1.5 കൊല്ലമായിട്ട് നമ്മൾ തിയേറ്റേഴ്സിൽ പോകില്ല. ഇപ്പൊ തിയേറ്റേഴ്സ് തുറന്നാലും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല ഒരു പ്രേക്ഷകരായിട്ട് നിങ്ങൾ പോയി എന്റെ സിനിമ തിയേറ്ററിൽ കാണും, ബിക്കോസ് ഇറ്റ്സ് എ റിസ്ക്. ഞാൻ പോകാൻ പറ്റില്ല, ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്, ഞാൻ എന്റെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. So I think both have their own advantages. We are very, very happy that Kuruthi came on Amazon Prime and it's on an OTT streaming platform right now, simply because you can sit in your house, you can be as comfortable as you want to, you are safe and you are able to watch. പിന്നെ OTT ചെയ്തിരിക്കുന്ന ഒരു ഗുണകരമായ കാര്യം ഞാൻ വിചാരിക്കുന്നു, നമ്മളുടെ മലയാളീസ് അല്ലാതെ ബാക്കി ആൾക്കാരും മലയാളം സിനിമകൾ കാണുന്നുണ്ട്. ഇത്രത്തോളം മലയാള സിനിമയെ പറ്റി ഇപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നത് നോട്ട് ബിക്കോസ് മലയാളം സിനിമ is doing something very new and creative now. Malayalam cinema has always been one of the forefronts of cinema in the country. നാഷണൽ അവാർഡ്സ് നോക്കിയെടുത്താൽ അങ്ങനെ കാണും, ബംഗാളി സിനിമ, മലയാളം സിനിമ എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ ആൾക്കാർക്ക് സ്ട്രീമിംഗ് സർവീസ് ഉള്ളതുകൊണ്ട് വീട്ടിലിരുന്ന് കാണാം. ഒരു പുതിയ സിനിമ വന്നിട്ടുണ്ട്, മലയാളത്തിലാണ്, ടോപ്പ് 3 ടോപ്പ് 2 നമുക്ക് കാണാം. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവയർനെസ് കൂടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ബോത്ത് ഹാവ് ദെയർ ഓൺ അഡ്വാൻറ്റേജസ്. I wouldn't say it's just about profits. All of this matters. I want my movie to be seen by the maximum number of people. Right now, OTT is helping me achieve that. So, yes. കുരുതി അല്ലാതെ OTT-ൽ കണ്ട സിനിമ ഏതാണ്? കുരുതി അല്ലാതെ OTT-ൽ സിനിമ കണ്ട ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. Okay. Yeah. എന്റെ വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിരുന്നു. I loved it. I think ഞങ്ങൾ Prithvi had messaged Gio, who's the director of the movie. I had messaged Nimisha because I thought she was fabulous. I mean, I really loved her work. So ആ ഒരു സിനിമ, വേറെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഇമ്പാക്ട് ആയത്, നല്ലോണം ഇമ്പാക്ട് വിട്ടത് ഒരു സിനിമ ഇതാണ്. എനിക്ക് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. ഞാൻ ഇതിന് ഇവിടേക്ക് വരുന്നതിന് മുന്നേ അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ് ഐ ഗോട്ട് ഫ്രം പീപ്പിൾ ഹു ഹാവ് വർക്ക്ഡ് ഇൻ യുവർ സെറ്റ് ഈസ് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഫുൾ യൂണിറ്റിന് AC റൂംസ് കൊടുത്ത പ്രൊഡക്ഷൻ ഈസ് Prithviraj Production. Is that true? I think so, but I don't know whether we are the first. I don't want to claim any of this first, okay? I have been trolled for this for too many times. So I don't know. I am not saying this. He is saying it. Yeah. So, let's make it very, very clear. I don't know. I mean, this is all being done by the production, of course, but we want to make sure everybody is comfortable, everybody is staying. We don't look at this hierarchy. Ideally, we shouldn't be looking at this hierarchy. So we'd like for everybody to stay in really good rooms, because like I said before, അവർക്ക് എണീറ്റിട്ട് നാളെ ഈ സെറ്റിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. അയ്യോ ഞാൻ ഈ സെറ്റിലേക്കാണല്ലോ വീണ്ടും പോകണമെന്ന് പറയരുത്. I'll tell you what my wish list about what we would like to do. I would like to have more women on set. അതിപ്പോഴും ആയിട്ടില്ല. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പ്രൊഡക്ഷനിലേക്ക് വരാറില്ല. മേ ബി ബിക്കോസ് ഇത്ര കോർപ്പറേറ്റ് അല്ല, 9 to 5 ജോബ് അല്ല, കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് സിനിമ ഈസ് എ സേഫ് പ്ലേസ് ഫോർ എവറിബഡി ടു വർക്ക്.
it is very, very important that cinema should be a safe place for both men and women to work. People should not think, ayyo, സിനിമയിലാണോ ഇപ്പോഴും ആ ഒരു സംസാരമുണ്ട്. I don't want that to be there. ആൾക്കാർ വിചാരിക്കും ഇതൊരു നല്ലൊരു കരിയർ ഓപ്ഷൻ തന്നെയാണ് വിചാരിച്ചിട്ട് വേണം കയറാനുള്ളത്. Third thing, I would like to make sure that ഞങ്ങൾ എത്രത്തോളം പറ്റുന്നോ പുതിയ ടാലന്റിനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പുതിയ ഡയറക്ടർ ആണെങ്കിലും പുതിയ റൈറ്റേഴ്സ് ആണെങ്കിലും കുരുതി ആയിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി. ഐ തിങ്ക് 9 ആയിട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ജീൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹി വാസ് നോൺ ഇൻ ദാറ്റ് സെൻസ്. ബട്ട് വി ആർ ട്രൈങ് ടു ബ്രിങ് ന്യൂവർ ടാലന്റ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, especially writer director. I would behind the camera, not so, but in front of the camera as well. We bought you Naslin and Sagar and Mamukaya in a never before seen role kind of thing. So that will be the our ambition. If you were to ask me, ഇത് മൂന്നായിരിക്കും ഞങ്ങളുടെ ambition. എന്ത് milestones കൊണ്ടുവരുന്നു എന്നാണെങ്കിൽ ഒരു like I said 10 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. Going back to the journalism days, ആ സമയത്ത് മുംബൈയിൽ ഒരുവിധം നാഷണൽ ന്യൂസ് ആയിട്ടുള്ള എല്ലാം കവർ ചെയ്തിട്ടുണ്ട് സ്റ്റോറീസ്. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ മൂവി, അന്ന് കവർ ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റോറി മൂവി ആക്കുകയാണെങ്കിൽ അത് ഏത് സ്റ്റോറി ആയിരിക്കും? I think it will be the bomb blast. It's not such a good thing, and there have been movies made on it, but it will be the bomb blast. It affects you not when you're reporting, but when you come back later and you're sitting by yourself, that's when all these thoughts haunt you. So yeah, it'll probably be the blast. Bombay has seen too many blasts. It's a city that's been wounded time and again. So yeah, and the city of Bombay itself. Bombay is not just a city for me, it's an emotion. I worked there, I got my name there. I always say, I'm very proud to say it's my karma bhumi. I love Bombay. I love Kerala too now because this is my new karma bhumi. But what I am today to a large degree is because of what I got in Bombay and the kind of work I could do. So Bombay itself, I would like it to be a backdrop of a story and would like to do a film. Maybe soon it will happen. Yes. Okay, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് Productions, yes. ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇപ്പൊ ഈ കാലത്ത് വരുന്നുണ്ടാവും. സോ അതിൽ കറക്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ ഹൗ ഡു യു എൻഡ് അപ്പ് ഇൻ ദാറ്റ്? ഐ തിങ്ക് അതൊരു മെജോറിറ്റി ഡിസിഷൻ ആണ്. ഞാനും പൃഥ്വിയും രണ്ടുപേരും വായിക്കാറുണ്ട്. ഫൈനൽ സേ എന്താണ് കുറച്ചുകൂടെ നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ ദിസ് ഓർ ദാറ്റ് പെട്ടെന്ന് പറയണമെങ്കിൽ മറ്റവർ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്സ് ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. വെദർ ഇറ്റ് ഇസ് 9 or whether it is Kuruthi, പെട്ടെന്ന് ഒരു പ്രൊഡ്യൂസർ എടുക്കില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് കോഴ്സ് ഇസ് എ വെരി കമേഴ്ഷ്യൽ എന്റർടൈനർ. എവറിബഡി വുഡ് വാണ്ട് ടു. ഇറ്റ്സ് എ മണി സ്പിന്നർ for most producers. That's why they would want to take it. But we would like to take a script also with the criteria that will somebody else hesitate. That was the whole plan of starting Prithviraj Productions, to tell stories others may not want to tell. So yeah. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിന്റെ യൂട്യൂബ് കമന്റ്സ് എടുത്ത് നോക്കി. 10 years back യൂട്യൂബ് കമന്റ്സ് നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഐ തോട്ട് വൈ നോട്ട് ഇപ്പോഴത്തെ കമന്റ്സ് എന്താണ്? ഫസ്റ്റ് കമന്റ് ആണ്, ഓക്കെ, പേര് പറയുന്നില്ല, യൂട്യൂബ് റാൻഡം കമന്റ്സ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. പച്ചക്കറിയുടെ കണക്കല്ലാതെ എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാകണം എന്ന് അന്ന് പൃഥ്വി പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. പച്ചക്കറി കണക്ക് പൃഥ്വിയോട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പച്ചക്കറി കണക്ക് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങള് അന്നത്തെ നാളിൽ പൃഥ്വിയെ കാണുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. അന്ന് അപ്പൊ മീറ്റ് ചെയ്യുമ്പം ഇന്നത്തെ ദിവസത്തെ പച്ചക്കറി കണക്ക് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഏൽക്കില്ല. അടുത്ത കമന്റ് ആണ്, പൃഥ്വിരാജിന് ഇതിനേക്കാൾ മികച്ച ഒരു ഭാര്യയെ എങ്ങും കിട്ടില്ല. മെയ്ഡ് ഫോർ ഈച്ച് അതർ. വാവ്. What can I say? You have said it all. I have not said anything. आपने बोला है, मैंने नहीं बोला है. ഇനി അടുത്ത്, ഇവർ നല്ലൊരു ജേർണലിസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് 441 ലൈക്സ് വന്നിട്ട് 2 കമന്റ് വന്നിട്ട്. സോ what is your like and comment on this? Yeah, I would have loved to, but it's going to be very tough. എൻ്റെ മലയാളം അത്ര നല്ലതല്ല, ഇത്ര ഫ്ലുവന്റ് അല്ല. സോ എനിക്ക് ഇവിടെ പെട്ടെന്ന് ആരും ജോലി തരാനൊന്നും പോകുന്നില്ല. ഇനി അടുത്ത്, മാം യു മസ്റ്റ് സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. ഓഫ് കോഴ്സ് an inspirational one. ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലെ ഐഡിയോളജീസ് ആണ് വേണ്ടത്. A journalist could have a potential to change the society and you have the right thought. Yeah, it sounds exciting, but it's a lot of work and I'm very lazy. So I have a child to raise pretty much, and I have a company to run. So it sounds exciting. Maybe at some point in time when I have the right mind space and have a good group of people with me, maybe a YouTube channel. And appo parayumbam ayyo YouTube channel thodangി ആരായിരിക്കും ഇത് കേൾക്കാൻ പോകുന്നത് പറയരുത്. ഇത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ് ആണ്, she looks like Roma's elder sister. Okay.
Well, Roma is a very beautiful young lady, so thank you. But we are both very different and from different families. I am an only child, so yes. ഓക്കെ ഈ 10 ഇയേഴ്സിൽ ആൾക്കാരുടെ ഒരു മൊത്തത്തിൽ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? When I did that interview and when it came out, when I saw the comments and I read a few of the comments, I realized how misunderstood both Prithvi and I are. How completely misunderstood. And I think a large part of that, maybe the blame lies on us about the way we talked, or maybe the way people perceived how we talked. We are still the same. We still talk the same way. I think it's very important to give dignity to the person who sits in front of you. Anytime you call somebody, ഞാനൊരു ഷോയില് ഞാനും കുറേ പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഷോയിൽ ഒരാളെ വിളിച്ചിട്ട് അവരെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാം, എത്രത്തോളം അവർ മോശമാണ് കാണിക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എൻ്റെ കുഴപ്പമാണ്. And that shows how I am as a journalist. But when I respect the person and I ask the right questions, you only get the right answers when you ask the right questions. If you can ask me a lot of questions, but if they're not right, I'm going to give you very bad answers. So I think all of that makes a difference. I can't take credit for this. I have to give credit to the person who put me in front and who asked me all the right things and was patient enough to not edit out my answers to suit his agenda. Yeah. Okay, so ഇവിടെ നമ്മൾ സ്പോട്ട്ലൈറ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. Thank you so much for having me. And as always, not just as a producer, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് പറ്റിയ കപ്പിൾ ഗോൾ ഹാഷ്ടാഗ് ഇട്ടിട്ട് ഞങ്ങൾ കാണുന്നവരാണ്. സോ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 5 years അല്ല, ഇത്തിരി ഷോർട്ട് ടൈം സ്പാനിൽ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you. With all your wishes, hopefully we will be able to do that. Once again, happy Onam. Happy Onam. Happy Onam to everybody. Thank you.